ഉം. അതെന്താ ഫേസ്? ഇതെന്താ എക്സ്പ്രഷൻ? റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വാലി മൂവിയുടെ നെക്സ്റ്റ് സീൻ ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ സീൻ വരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു വില്ലൻ ഷെയ്ഡ് എവിടേക്ക് ആ ഒരു ക്യാരക്ടറിൽ കാണുന്നുണ്ടെങ്കിലും ഫുള്ളി ഡെവലപ്പ് ആയിട്ടില്ല. ഇല്ല, പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ സീനിന്റെ അകത്ത് ഏകദേശം ആ ഒരു ഇമാജിനേഷൻ സംഭവങ്ങളൊക്കെ എൻഡിലോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു സോങ് വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സംഭവത്തിലോട്ടാണ് വരേണ്ടത്. എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്? ആൻഡ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കുറച്ച് ക്ലൂ ഒക്കെ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഫുള്ളി സ്പോയിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അവര് പറഞ്ഞു വേണ്ട, അത് ഏകദേശം നിങ്ങൾ അങ്ങനെ കാണുന്നത് തന്നെയാണ് നല്ലത്. കാരണം വെച്ചാൽ ആ ഒരു വാലി സ്റ്റോറി സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വി ക്യാൻ ഗെസ് ദ ആ ഒരു സംഭവം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എസ് ജെ സൂര്യയുടെ കംപ്ലീറ്റ് മേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അടുത്ത സീനിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ റെഡി? എന്തായിരുന്നത്? ഡിസ്കസ് ചെയ്യാനുണ്ടോ? എൽഡറാണോ യങ്ങറാണോ? ഇതല്ലേ എങ്ങനെ ആൾക്ക് ഇതുവരെ അറിയില്ലല്ലോ അങ്ങനത്തെ സംഭവം. ഷോക്ക്. ഓ അത് ഇവിടെ തന്നെയാണോ ശബ്ദം? പുറത്ത് ഓ വിട്ടരസ്ഥ. അത് വേറെ രീതി കാണിച്ചവിടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സംഭവം. എക്സ്പെക്ട് ചെയ്യുന്നു. അവിടെ അണ്ടർസ്റ്റാൻഡിങ് ബ്രദർ ആണെങ്കിൽ ആളെ വിടും ആ സംഭവം. കാരണം ഈ ബ്രദറിന് ഇഷ്ടം തൊട്ട് മുന്നെയാണ് ആ സോങ് വന്നത്. ഇപ്പഴായിരിക്കും ചിലപ്പോ ആ കുറവുകളെ പറ്റിയിട്ടുള്ളൊരു ബോധം വരാൻ പോകുന്നത്. ഓ അജിത് സാർ പെർഫോമർ. പക്ഷെ പെർഫോമറെ കാണിച്ചോളാം. മൈന്യൂട്ട് സാധനങ്ങളുണ്ട് അവിടെ. ഇങ്ങനെയല്ലേ ആള് ചെയ്യാറ്? ആറ്റിറ്റ്യൂഡ് പഠിക്കുന്നേ എന്തെങ്കിലും ചെങ്ങും ചവച്ചുകൊണ്ട് അങ്ങനെയല്ലേ പറയാറ്? സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ക്യാരക്ടർ മാറുന്ന അങ്ങനെയല്ലേ? ആ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു.
friend Priya. Hi. உனக்கு அவளை தெரியாது, ஆனா உன்னை பத்தி அவளுக்கு எல்லாம் தெரியும். ஸ்டார்டிங்ல நீங்க கொடுத்த பேட்டியை பார்த்தேன். சிவா ப்ளே பண்ணி காட்டினா நான் அப்படியே ஷாக் ஆயிட்டேன். நீங்க ரெண்டு பேரும் ஒரே மாதிரி இருக்கீங்கன்றதுக்காக இல்ல, நீங்க எவ்வளவு டேலண்டட்னோ ஆண்டவன் இந்த நிலைமையிலையும் உங்களை எவ்வளவு பிளஸ் பண்ணிருக்கானோ நினைச்சா ஆச்சரியமா இருக்கு. நான் கூட சிவாவை திட்டினேன், வாழ்க்கையில ஏதாவது உருப்படியா பண்ணிருக்கியான்னு. உனக்கு என்ன தெரியும்? நல்லா போய் சொல்ல தெரியும், நல்லா லவ் பண்ண தெரியும். ரீல் மன்னன். ஓய் என்ன ஓய், உன் வாழ்க்கையில ஏதாவது உருப்படியா பண்ணிருக்கியா? நான் ஒண்ணு சொல்லட்டுமா? உங்க ரெண்டு பேரும் ஃபர்ஸ்ட் நான் உங்களை பார்த்துட்டா நான் உங்களை தான் லவ் பண்ணுவேன். ഓ ആള് എടുക്കണത് சிவா, உங்க அன்னைக்கிட்ட நம்ம கல்யாணத்தை பத்தி பேசுனீங்க. எனக்கு அது வேண்டாம் தெரியும். என்ன சொன்னாரு? கல்யாணத்துக்கு 3 மாசம் தள்ளி வச்சுக்கலாம்டா. ஏன் அவருக்கு என்ன பிடிக்கலையா? அவனுக்கு நான் ரொம்ப பிடிச்சிருக்கு, அதனாலதான் நம்ம கல்யாணத்தை தள்ளி வச்சுட்டான். நம்ம கல்யாணத்தை ரொம்ப கிராண்டா பண்ணி வைக்கணும்னு ஆசைப்படுறான்னு நினைக்கிறேன். அப்போ അല്ല அதுக்கு என்ன பண்ணலாம்? அதுக்கு ஒரு ஐடியா பண்றேன். அண்ணா வா வா வான்றல்ல. അവിടെ പിന്നെയുണ്ടോ? രജിസ്റ്റർ ഓഫീസാ. ഡയറക്റ്റ് കെട്ടാണോ? அண்ணே என் ஃப்ரெண்ட் விக்கி, பிரியாவோட அப்பா மிஸ்டர் லக்ஷ்மன். என்ன சிவா அப்படியே இருக்காரு? உங்க அப்பா ஜெராக்ஸ் கடை வச்சிருக்காரா? ഓ പറയാണ്ട് ഡയറക്റ്റ് ചെയ്ത ஷாக்கர்னு என்னால புரிஞ்சுக்க முடியுது. உன் விருப்பப்படி இந்த கல்யாணம் நடக்கணும்னு ஆசைப்பட்டேன், ஆனா அது அப்படி நடக்காது. சும்மா கோவப்படாத. நீ என்ன நினைக்கிறேன்னு எனக்கு நல்லா தெரியும். ஒரே தம்பி, வீட்டுல முதல் கல்யாணம், அந்த கல்யாணத்தை கிராண்டா பண்ணி வைக்கணும்னு ஆசைப்படுறேன். ஆனா நான் என்ன நினைக்கிறேன் தெரியுமா? கல்யாணமே வேண்டான்னு இருக்கிறானே, அதுவும் இந்த நிலைமையில உன்னை எப்படி வச்சுட்டு என் கல்யாணத்தை கிராண்டா பண்ணிக்க எனக்கு இஷ்டம் என்ன. അതാണ് ഗ്രാൻഡായിട്ട് നടത്തണ്ട. நானே ஃபீல் பண்ணல. ஒரே தம்பி, நீங்க ஏன் ஃபீல் பண்றீங்க? அடாடாடா ஆளாளுக்கு ஃபீல் பண்ண ஆரம்பிச்சிட்டீங்க. அங்க வாங்க ரெஜிஸ்டர் ஃபீல் பண்ண ஆரம்பிச்சா கையில பேனா வச்சுக்கிட்டு. அட வாங்க வந்து சட்டு போட்டு கையெழுத்து போட்டு மாலையை மாத்திங்க. ഓ മാരേജ് കഴിയും. அண்ணி, என் பேர் ராணி. കാരണം മറ്റേതാണ്, അതായത് சாட்சியா இருக்கு அண்ணே. അവിടെ ശിവ തന്നെ എഴുതി, അജിത്ത് തന്നെ എഴുതി, എഴുതി വരുന്നുണ്ട് ഒപ്പിട്ടത്. ഓ ഒരു വില്ലൻ ഷെയ്ഡായിട്ടാള്. അത് കല്യാണം കഴിഞ്ഞില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കല്യാണം കഴിയേണ്ടത്. അയ്യോ ചിരിക്കേണ്ട ഒരവസ്ഥ. അത് വിട്ടോ, എല്ലാരും സന്തോഷിക്കുന്നു. நீங்க ரொம்ப கொடுத்து வச்சவங்க, உங்க பசங்களோட ஒரே ஃபேமிலியா இருக்கீங்க. பட் எனக்கு அப்படி அமையலையே. உங்க நிலைமை பரவாயில்ல, நீங்களாவது ஃபாரின்ல இருக்கீங்க. நாங்க ஒரே ஊர்ல இருந்துகிட்டு ஒருத்தர் வாரத்துக்கு ஒரு வாட்டி தான் பாத்துக்கிறோம், தெரியுமா? ஏன்? ஷீலா படிக்கிற ஸ்கூலு 55 மைல் தூரம் இருக்கு. தினம் போயிட்டு வரணும்னா முடியுமா? அதனால நாங்க அங்க ஒரு வீடு எடுத்துட்டு 2 பேரும் ஒண்ணா இருக்கோம். சண்டே மட்டும் தான் இங்க வருவோம். முக்கியம் இல்ல, எவ்வளவு பிரியமா இருக்கிறோங்கிறது தான் முக்கியம். ரொம்ப சந்தோஷமா. எனிவே அர்ஜென்ட்டா பரட்டு வந்துட்டேன். இன்னைக்கு ஈவினிங் கிளம்புறேன். பட் நெக்ஸ்ட் மந்த் 1 வீக் இருக்கிற மாதிரி வரேன். தேவா, இந்த வீட்டுக்கு மூத்தவர் நீங்க தான். என் பொண்ணை நல்லபடியா பாத்தீங்க. ഓ ഇടക്കിടക്ക് ആ നോട്ടം കണ്ണ് നന്നായിട്ട് ഫോക്കസ് ആവുന്നുണ്ട് ആ സമയങ്ങളില്. ഇനി കല്യാണം? അല്ലല്ല മറ്റേതല്ലേ, ഇതൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അത് രജിസ്റ്റേർഡ് അല്ലേ കഴിഞ്ഞത്? വരുന്ന മരുമകൾ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ലേ? அண்ணா பேசாம போ, அண்ணி வருவாங்க. சும்மா இருக்க முடியலன்னா பெட்ரூம் டெக்கரேட் பண்ணு. அத அண்ணன் பண்ணிட்டு இருக்கான். സ്പ്രേയാ? ബെഡ്റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു അണ്ണൻ. ദൈവമേ, അണ്ണ എന്തൊക്കെ ചെയ്തു നോക്കാറിയാം. സൈക്കായി മാറിയിട്ടുണ്ട്.
അത് ഭയങ്കര മറ്റേ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ അല്ലേ. അതെന്താ ഫേസ്, എക്സ്പ്രഷൻ. ഇമാജിനേഷൻ. എന്തായിരുന്നു ഫേസ് അറിയില്ല. സ്മെല്ല് നല്ല സ്മെല്ല് വെച്ചിട്ടുണ്ട് അവിടെ. ഇടുന്ന അങ്ങോട്ട് അങ്ങനെയാണോ പോകുന്നേ? എല്ലാ സ്ഥലത്തും കണ്ണും അല്ലാണ്ട് ഇത്രയും ഇല്ലാത്ത കണ്ണു പെട്ടെന്നോട് തോന്നുന്നു. എനിക്ക് എത്ര നേരം പാമ്പിടിച്ചതിന്റെ കണ്ണായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇന്നസെന്റ് കണ്ണുണ്ട്, പക്ഷെ അതെങ്ങനെ ഇപ്പത്തെ വേറെ ക്യാരക്ടർ. അന്ന് പറഞ്ഞ നീ ചോദിച്ച സാധനല്ലേ, അതാണ് ഇപ്പൊ വരുന്നത്. എവിടെയാണ് ഷിഫ്റ്റ് എന്നുള്ളത് ഏകദേശം മാറിയില്ലേ ഫുള്ള്? ഫ്രെയിമും മറ്റേ ഇന്റൻസ് ആയിട്ട് കാണി, ആ ഒരു മാക്സിമം ഷെയ്ഡ് ചെയ്യാനും നോക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കാണി അല്ലേ, ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട്. ജനലിറങ്ങിട്ടാണോ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ടാ? അത് പല സൈക്കോ ബിഹേവിയറും കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. പൊട്ടിത്തെറിപ്പിക്കും നീ. രണ്ട് സീൻ ഇവിടെ മിക്സ് മാച്ച് ചെയ്താ കാണിക്കുന്നത് അവിടെ ഇങ്ങോട്ട്. ഭയങ്കര ഇന്റൻസ് ആയിട്ട് കാണിക്കുന്ന ഫ്രെയിം. ഓ വണ്ടീന്റെ ഉള്ളിലുള്ള ഫാന് എന്ത് ചെയ്യാം? ഫുള്ളേജല്ലേ, ജസ്റ്റ് മുറിച്ച് കുറച്ച്. എന്തിന്റെ ആവശ്യം? എന്തായിരുന്ന സീനല്ലേ, അതായത് ഇത്ര നേരം കണ്ട ആളല്ല, മൊത്തത്തിൽ മാറി. കഥ അങ്ങനെ തന്നെ മാറി ഫുള്ളായിട്ട്. ആ ഒരു സോങ്ങോടെ എല്ലാം പോയി അല്ലെ, എല്ലാം മാറി, മൊത്തത്തിൽ മാറി. ആ ഒരു വേണമെങ്കിലും പറയാം, ഒരു ലസ്റ്റ് ഫീൽ എന്ന് വേണമെങ്കിലും പറയാൻ വേണ്ടി. അതായത് എനിക്ക് തോന്നുന്നത് മറ്റേ യങ്ങർ ബ്രദർ വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെ ഫുള്ളി പെർഫെക്റ്റ് ആണെന്നാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കുറെ ഇംപെർഫെക്ഷൻ സാധനങ്ങളൊന്നും ആർക്കും അറിയില്ല, അതാ സംഭവം. പിന്നെ ആണെങ്കിൽ മറ്റേ സംഭവം കൂടി ഇല്ല, അതായത് ഭയങ്കര ടാർഗറ്റ് ഓറിയന്റഡ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നേടണം, അതായത് ഒന്നും ലൂസ് ചെയ്യാത്ത ആളുകളുടെ ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കൂടുതൽ സെൽഫ് ലവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആള് കാരണം സ്വന്തമായിട്ട് ആ ഒരു കഴിവുകൾ, അതായത് സ്വന്തമായിട്ട് ചെറിയ കുറവുകൾ ഉണ്ട് എന്നുള്ള സാധനം ആരെയും കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും കൂടിയാണ്. അതുകൊണ്ടല്ലേ മറ്റേ ചുയിങ്ങൻ ചവച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നതൊക്കെ. പക്ഷെ ആള് സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ യങ്ങർ ബ്രദറിനെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ പുള്ളിക്കാരൻ കുറെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആഗ്രഹിച്ചത് എന്തും നേടണം എന്നുള്ളൊരു സംഭവം മനസ്സിലുള്ള ആൾക്ക്. പക്ഷേ അവിടെ ഒരു നല്ലൊരു ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും വിട്ടുകൊടുക്കുക. അത് ഓക്കെ, ബൈ മിസ്റ്റേക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഓൾ ദി ഇമാജിനേഷൻസ്. പക്ഷെ there is a point they can break it. പക്ഷെ അവിടെ അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ he'll become very good brother ഇല്ലേ? പക്ഷെ അവിടെ എന്ന് പറയുന്ന ആളവിടെ ഭയങ്കര സെൽഫിഷ് ആവാണ് ചെയ്തത്. അതായത് ഒരു ആ ഒരു ഫീലിങ്സിന്റെ പുറത്ത് ഭയങ്കര ഒരു നമ്മൾ പറയില്ല, ബ്രദറിനെ പോലും ഏകദേശം
ബ്രദറിനെ പറ്റി ഓർക്കുന്നില്ല ഇല്ല അവിടെ ഓർക്കുന്നില്ല. അവിടെ കൂടുതലും ആള് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ കാര്യം നടക്കണം എന്നുള്ളൊരു സംഭവത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവം ഉള്ളത്. അത് ആളുടെ ഒരു ഓൾറെഡി നമ്മൾ അതിനാണ് മറ്റു സംഭവങ്ങളൊക്കെ കാണിച്ചത്. എന്താ കാര്യം വെച്ചാൽ പക്ഷെ മറ്റേ അജിത് സാറിന് ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്താ പറയാ നമ്മൾ അല്ലെങ്കിൽ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷെ അവിടെ ആ ഒരു ബ്രദറിന്റെ മുന്നിൽ തന്നെ നടത്തണം എന്നുണ്ട്. പക്ഷെ എന്താ പറയുക ചേട്ടൻ ഉള്ളപ്പം വലിയ ഗ്രാൻഡായിട്ട് നടത്താൻ താല്പര്യമില്ല. ആ ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. സംഭവം കാണിച്ചു കേട്ടോ. പക്ഷെ എന്തായാലും ഇനിയിപ്പോ ഈ ക്യാരക്ടർ എന്തായി മാറുന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഹി സ്റ്റാർട്ടഡ് ഹേർട്ടിങ് ഹിംസെൽഫ്. കാരണം ഫസ്റ്റ് നൈറ്റ് ആണ്. അപ്പൊ ഹി വോണ്ട് ടു ബ്രേക്ക് ദാറ്റ് ഡേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും ഇല്ലേ. അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് സീൻ വിൽ ബിക്കം വെരി ഡിഫറെന്റ്. അത് മാത്രമല്ല ഇനിയുള്ള സിറ്റുവേഷനിലുള്ള ഇനി ഇന്റൻസ് സീനുകൾ വിടില്ലായിരിക്കും ചിലപ്പം. ആ ഒരു അങ്ങനെ ആയിരിക്കില്ല. അവരെ ഇന്റിമേറ്റ് ആവാനായിട്ട് വിടില്ല. മാക്സിമം ലൈക്ക് ഹി വിൽ ട്രൈ ടു ബ്രേക്ക് ഇറ്റ്. എനിക്ക് തോന്നുന്നു ടോക്സിക് സംഭവത്തിന്റെ എക്സ്ട്രീം എന്നൊക്കെ വേണമെങ്കിൽ ഒരു ടോക്സിസിറ്റി ഓൾറെഡി നമ്മളെ കാണിച്ചു ആ സോങ്ങിൽ തന്നെ. സോങ്ങിൽ ഒരു വല്ലാത്തൊരു ചില സ്ഥലത്തൊക്കെ ആ ഒരു കണ്ണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആള് വെറുതെ ഒരു ഇഷ്ടം മാത്രമല്ല. ആൻഡ് ദിസ് വാട്ട് ഹാപ്പൻസ്. ഇതാണ് കൂടുതലും സംഭവിക്കുക. അതായത് ദേ ആർ നോട്ട് ലൈക്ക് മച്ച്, അതായത് ഗേൾസ് ലേഡീസ് ഒക്കെ ആയിട്ട് അവർക്ക് അധികം മിങ്കിൾ ചെയ്യാത്ത ആളുകൾ അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിൻ ആയിട്ടുള്ളത്. കുറെ കണ്ട ആ ഒരു ബേസിലൊക്കെയാണ് പറയുന്നത്. കാരണം ദേ ആർ വെരി ഗുഡ്. അതായത് ലേഡീസിനെ കാണുമ്പോ തന്നെ ദേ വിൽ ലുക്ക് ഇൻ ടു ഡിഫറെന്റ് വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാം. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അധികം മിങ്കിൾ ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയല്ല. ഈ ഒരു ക്യാരക്ടർ അധികം ഗേൾസിനോട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഗേൾസ് ആയിട്ട് ഒരു ഫ്രണ്ടോ അങ്ങനെ ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വരുന്നൊരു സംഭവമാണ്. പക്ഷെ എന്തായാലും ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. അതായത് പക്ഷെ ഈ ഒരു ക്യാരക്ടർ എടുക്കാനായിട്ട് ഒരു ധൈര്യം ആ സമയത്ത് അജിത് സാർ കാണിച്ചു. ഐ ഫീൽ ഇതിന് മുന്നേക്കെ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു ആംഗ്രി യങ് മാൻ പ്ലസ് റൊമാൻറ്റിക് ഫീൽ ഒക്കെ ആയിരുന്നു കൂടുതൽ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടർ എടുക്കാൻ ഗഡ്സ് വേണം. പ്രത്യേകിച്ച് അനിയനല്ല ചേട്ടന്റെ ക്യാരക്ടർ എടുക്കാൻ നല്ല ഗഡ്സ് വേണം. കാരണം കുറെ ഹേറ്റഡ് ഉണ്ടാക്കാം ആ ഒരു ക്യാരക്ടറിൽ. കാരണം നമ്മളിപ്പോ കാണുന്ന സിനിമകളിലൊക്കെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള അജിത് സാറിനെ കാണാറുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം, പ്രത്യേകിച്ച് അതിന് മുന്നേ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ചെയ്ത ഒരാളല്ലേ സിമ്രൻ മാം. ഒബ്വിയസ്ലി ദാറ്റ് ബോൾഡ് റോൾ എടുക്കാനായിട്ട്, അതായത് ഈവൻ കട്ടിപ്പുടി ഡയല വി ഹാവ് സീൻ ദാറ്റ് സോങ്. പക്ഷെ അതിനകത്തെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഓപ്പൺ. പക്ഷെ ഇതിനകത്ത് നിന്ന് ഭയങ്കര ഇന്റൻസിലാണ് കാണിക്കുന്നത്. തിങ്സ് ആർ നോട്ട് മച്ച് ഷോയിങ്, പക്ഷെ ഭയങ്കര ഇന്റൻസ് ഫീൽ ഉണ്ട് അതിനകത്ത്. പക്ഷെ ആ ഒരു റോൾ എടുക്കുക എന്നുള്ളതും സിമ്രാൻ മാമിന് ഭയങ്കര ഒരു ചലഞ്ചിങ് തന്നെ ആയിരിക്കും. ആ സമയത്ത് ഈ രണ്ടുപേർക്കും കേട്ടോ ചലഞ്ചിങ് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ദ ടഫസ്റ്റ് part actually in acting to do this kind of intimate, അതായത് നമ്മളിവിടെ കാണുന്ന സമയത്ത് we feel that it's very easy. അങ്ങനെ നമുക്ക് that's the most difficult part ആയിരിക്കും. അങ്ങനെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും അതായിരിക്കും അവരെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതായത് റൊമാൻറ്റിക് ആവുക, ആ സമയത്ത് ഷൈ വരും ചിലപ്പം, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. സ്വിച്ച് ഇട്ട് ഓൺ, അതാണ് സംഭവം. പിന്നെ എടുത്തു പറയാനുണ്ട് കാറിന്റെ ഉള്ളിലെടുത്ത ആ ഒരു സീന് ഗംഭീരമായിരുന്നു. ആളുടെ ഒരു പെർഫോമർ എന്നുള്ള സംഭവത്തിൽ അവിടെ കാണിച്ചിട്ടുണ്ട് ഗംഭീരം. ആളുടെ ഹെൽപ്ലെസ് മൊമെന്റ് കാണിച്ചു. then he is coming back with that animal effect. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.